ഹരി ഓം. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം അഷ്ടമോധ്യായ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിശ്വരൂപൻ എന്ന ആ പുതിയ ഗുരു, ദേവഗുരു, അസുര സൈന്യങ്ങളെ ജയിക്കാനായിട്ട് ഇന്ദ്രനെ സമർത്ഥനാക്കി തീർക്കത്തക്ക രീതിയിലുള്ള ഒരു കവചമന്ത്രം ഇന്ദ്രന് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. അത് പ്രസിദ്ധമായ നാരായണ കവചം. അത് നിത്യേന ഉപാസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് അത് ഉപാസിക്കുന്നവരാണ്. ആ സ്തോത്രം അതിനെ നമ്മൾ വളരെ മാനത്തോട്, വളരെ സേക്രഡായിട്ട്, എന്ന് വെച്ചാൽ വളരെ പവിത്രമായിട്ട് കണ്ട് ആ മന്ത്രം നമ്മളുടെ ഗൃഹത്തിലെ മറ്റ് ഗൃഹാംഗങ്ങളുടെയും എല്ലാം സംരക്ഷയ്ക്കായിട്ട് ആ കവചമായിട്ട് തീരാനായിട്ട്, അതാണ് കവചമാണ്. അതെന്ന് വെച്ചാൽ നമ്മളെ ചുറ്റി നിൽക്കുന്ന, അതിനകത്തോട്ട് വേറെ ഒരു ദുഷ്ടശക്തിക്ക് പ്രവേശനമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കവചമന്ത്രം ചൊല്ലുന്നത്. അതിന് ചൊല്ലുന്ന രീതികളെക്കുറിച്ചൊക്കെ ആൾക്കാർ ഒരുപാട് പേര്, ഇച്ചിരി ഞാനൊന്ന് പറയട്ടെ. ആദ്യം ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കവചമന്ത്രത്തെക്കുറിച്ച്. ഒരുപാട് പേര് അത് ചൊല്ലുന്നത് എങ്ങനെയാണ്, ന്യാസങ്ങളോടുകൂടി വേണോ, പിന്നെ നമ്മൾ ഇവർ നമ്പൂതിരിമാർ, ബ്രാഹ്മണരായിട്ടുള്ളവർ അത് ജപിക്കുന്ന ക്രമം പോലെയുള്ള, അത് ഷഡംഗന്യാസം, ഛന്ദസ്സൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന കവച മന്ത്രങ്ങളിലുണ്ട്. ഭാഗവതത്തിൽ ആ കവച മന്ത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പക്ഷേ അതിനകത്തൊരു കാര്യം മറന്നു പോകുന്നുണ്ട് എല്ലാവരും. ഈ ആഭിചാര പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് വെച്ചാൽ, അതുപോലത്തെ രീതിയിൽ ഉപാസിക്കുന്ന ആൾക്കാർ നാരായണ കവചം ചൊല്ലാൻ പാടില്ല. അതൊരു വലിയ തെറ്റാണ് ആൾക്കാരുടെ ഇടയിൽ പ്രചരിച്ചിരിക്കുന്നത്. ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ദുഷ്ടശക്തികളെ കൂട്ടുപിടിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് നമ്മൾ ഈ പറഞ്ഞ ആഭിചാര കർമ്മം എന്ന് പറയുന്നത്. ദുഷ്ടമായിട്ടുള്ള ഇതും ദൈവികമായിട്ടുണ്ടെങ്കിൽ മറ്റേതും ഉണ്ട്. അത് നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ ഉണ്ടാകാം. ദൈവം ഉണ്ടാകാം, ഈശ്വരനുണ്ടാകാം, മഹാവിഷ്ണു ഉണ്ടാകാം എന്നല്ലേ നമ്മൾ കണ്ടിട്ടില്ലല്ലോ നേരിട്ട് കണ്ണുകൊണ്ട്. നമ്മളത് നിമിത്തങ്ങൾ കൊണ്ട് നമ്മൾ പറയുക ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്ന്. എന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും ദുഷ്ടശക്തികളുടെ സാന്നിധ്യവും ഉണ്ട് എന്ന് കരുതണം ഈശ്വരനെ വിശ്വസിക്കുന്നവരൊക്കെ. അപ്പോൾ ഈ പല ദേവതകളെ ഉപാസിക്കുന്നവർക്ക്, ഈ ദുർദേവതകളെ ഉപാസിക്കുന്നവർക്ക് നാരായണ കവചം പറഞ്ഞിട്ടുള്ളതല്ല. ദയവ് ചെയ്ത് അങ്ങനെ ആരെങ്കിലും നമ്മളുടെ ഇടയിലുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം നമ്മളൊക്കെ സാത്വിക ഭക്തരാണ് അല്ലേ. അതുകൊണ്ട് വേറുള്ള ദുഷ്ടമായിട്ടുള്ള ചെയ്ത്തുകൾ ഇങ്ങനെ എന്തൊക്കെയോ ആഭിചാര കർമ്മം ചെയ്യാനും അവിടെ പോയി നോക്കാനും, ഇതൊന്നും ഭഗവാനെ പൂർണ്ണമായിട്ട്, ഞാൻ എപ്പോഴും പറയുന്നത്, അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവർ വേറെ ഒന്നിലും ചെന്ന് ചാടരുത്. അത് വലിയ അബദ്ധത്തിലേക്കാണ് പോകുന്നത്. അത് സത്യമാണോ സത്യമല്ലയോ എന്ന് വിമർശിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ അങ്ങനെ പലതിനെ ആശ്രയിച്ച് പോകുന്നതിൽ ഒന്ന് നാരായണനായിക്കോട്ടെ എന്ന് ഓർക്കാൻ പാടില്ല. മനസ്സിലായോ അതിൻ്റെ വ്യത്യാസം? പലതിനെയും ആകുന്ന കൂട്ടത്തിൽ ഇതും കൂടെ. നമ്മൾ മഹാദേവനെ ആരാധിക്കുന്നുണ്ട്, ദേവിയെ ആരാധിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല. ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. അതല്ലാത്ത ഒരുമാതിരി കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നതുകൊണ്ട് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ ഗുപ്തമായിട്ട് നമ്മുടെ മനസ്സിൽ അതറിയാതെ ഞാൻ വെളിയിൽ ആ വാക്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ ആണെന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ഈ ദുർമന്ത്രവാദം എന്ന് വേണേൽ പറയാം. ആഭിചാരം എന്ന് പറയുന്നതിൻ്റെ ഒരു നല്ല മലയാളം വേർഷൻ അതോ ഈ ദുർമന്ത്രവാദങ്ങൾ. അത് വേറെ. അങ്ങനെ കുറേ പൂജകൾ ഒക്കെ പൂജകളല്ലാതെ ഉള്ള, സാത്വിക പൂജകളല്ലാത്ത പൂജകൾ വീടുകളിൽ നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഓരോരുത്തർ പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഇതൊന്നും അങ്ങനെയുള്ളവർക്കൊന്നും, ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, ചെയ്തോളൂ. പക്ഷേ ചെയ്യുന്നവരൊന്നും നാരായണ കവചം കൂടെ കൂട്ടത്തിൽ കൂട്ടരുത്. അത് രണ്ടും കൂടെ വിരുദ്ധങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണത്തിലെ വിരുദ്ധങ്ങളായിട്ടുള്ള ഉപയോഗിച്ചാലുള്ള വയറിന് കേടുവരുമെന്ന് പറയുന്ന പോലെ വിരുദ്ധങ്ങളായതുകൊണ്ട് അവിടെ തകർക്കപ്പെടുന്നത് സ്വയമായിരിക്കും. നാരായണ കവചവും ചൊല്ലും, അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ പ്രവൃത്തികളും നടത്തുക. അത് ചെയ്യാൻ പാടില്ല.
ഒരു തരത്തിലും ചെയ്യാൻ പാടില്ല. ദോഷത്തിന് ഒരു പരിഹാരവുമില്ല. നമ്മളൊരു ദോഷം ഒരാൾ പറഞ്ഞു, നമുക്ക് ദോഷം ഉണ്ടാകാം, അത് ജ്യോതിശാസ്ത്രത്തെ നമ്മൾ പുച്ഛിച്ച് തള്ളണ്ട, അങ്ങനെയൊന്നുണ്ട്. അപ്പോൾ അവരിത് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനെ ഒരു ഒഴിവും പറയും, ഇന്നത് ചെയ്തോളാൻ. കുറേ കർമ്മങ്ങൾ ചിലപ്പോൾ കാണാം, അതാരെങ്കിലും വിളിച്ച് ചെയ്യിച്ചോളാൻ അവർ പറയും. അവർ അതിനകത്തൊന്ന് തലയൂരും, കാരണം അവരത് ചെയ്യാറില്ല. സാധാരണ നല്ല ജ്യോതിഷന്മാരൊന്നും അതിൻ്റെ പ്രശ്നമുണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. പ്രശ്ന പരിഹാരം ചിലപ്പോൾ എഴുതി കൊടുക്കും, അത് വേറെ ആരെ കൊണ്ടല്ലേ ചെയ്യിക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ വിടും, അവിടെ ചെന്ന് വേറെ ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചാൽ അതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ ജ്യോതിഷം അറിയാവുന്ന ആൾ പറഞ്ഞത് നമ്മൾ ശിരസാ വഹിക്കുക. ആ സാത്വികമായിട്ടുള്ള അങ്ങനത്തെ വിശ്വാസമുള്ളവർ പറയുന്നത് ഏതെങ്കിലും ഒരു ശിവൻ്റെ അമ്പലത്തിൽ പൂജ നടത്തുക, മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പൂജ നടത്തുക, ദേവീ സാന്നിധ്യം നല്ല പൂജകൾ ക്രമമായിട്ട് നടത്തുന്നിടത്ത് ഇന്നത് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. മലയാളപ്പുഴയൊക്കെ ഒരുപാട് ഒഴിവ് കാണുന്ന സ്ഥലമാണ്, ആറ്റുകാൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചോറ്റാനിക്കരയൊക്കെ കാണുന്നു. നമുക്കിവിടങ്ങളിലും ഉണ്ട് അല്ലേ, നമ്മുടെ കൊടുങ്ങല്ലൂർ അല്ലെ മണ്ണർക്കാട് അടുത്തുള്ള ക്ഷേത്രങ്ങളോ തുരുത്തി അങ്ങനെയൊക്കെ ഈ കൃത്യമായിട്ട് എന്ന് വെച്ചാൽ മറ്റുള്ള പൂജകൾ കൃത്യമായിട്ടുള്ള പൂജകൾ നടക്കുന്ന ദേവീ ക്ഷേത്രങ്ങൾ, അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയും. ശിവന് പൂജ, ധാര കയറ്റുവാൻ്റെയൊക്കെ വലിയ വിശേഷമായിട്ട് നടത്തുന്ന ചില വഴിപാടുകൾ ചിലയിടത്തെ നടത്താൻ സാധിക്കും. കാരണം സാമ്പത്തിക പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി അങ്ങനെ എല്ലാ നാളിലെയും നമ്മൾ അടുപ്പിച്ച് കൊടുത്തിട്ട് വേണം അങ്ങനത്തെ പൂജകളൊക്കെ ചെയ്യാം. അതുകൊണ്ടാകട്ടോ, അല്ലാതെ മൂർത്തിക്ക് വ്യത്യാസമൊന്നുമില്ല ഇടത്തും ഇരിക്കുന്നതിന്. അവിടെ പരിമിതികളുള്ളതുകൊണ്ട് ചില വലിയ ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങളിൽ ഇത് നടത്തുന്നുണ്ട്. അതിന് പരിഹാരം അവിടെ പറയുക എന്ന് പറഞ്ഞ് വിടും ജ്യോത്സ്യന്മാർ. അത് വളരെ ശരിയായിട്ട് നമ്മൾ കർമ്മം ചെയ്ത് നമ്മൾ ചെയ്യാനുള്ളത് അത് അവിടെ ചെയ്ത് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്തിട്ട് ഭക്തിയോടുകൂടി നാരായണ കവചം ചൊല്ലുക, എങ്കിലിതിൻ്റെ ഫലം കിട്ടും. അല്ലാതെ ഈ വേറുള്ളതിൻ്റെ പുറകെ പോയിട്ട് നാരായണ കവചം ചൊല്ലിയിട്ട് ഫലം കിട്ടിയില്ലെന്ന് മനസ്സിൽ ഓർക്കരുത്. പിന്നെ അതുപോലെ തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ വേണം. ഇത് നമ്മളെ രക്ഷിക്കും, ഏക വിശ്വാസം, അത് മാത്രം മതി. ഹരി ഓം. ഇനി തുടങ്ങാമേ. കാരണം ഇതിന് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ സംശയം ചോദിക്കും. ഇത് മാത്രം ചോദിക്കത്തുമില്ല, ഇത് മാത്രം ചെയ്യത്തുമില്ല, ഇങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങൾ ഒട്ടും അനുഷ്ഠിക്കത്തുമില്ല. എല്ലാം വേണ്ട തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യും. അതിൻ്റെ കൂടെ നാരായണ കവചവും ഞാൻ മന്ത്രം നിത്യമായും ജപിക്കുന്നുണ്ട്. ജപിക്കുന്നതിൻ്റെ തെറ്റുകൊണ്ടാണ്. ഞാൻ ജപിക്കുന്നത് അംഗന്യാസം ഇല്ലാതെ കന്യാസം ഇല്ലാതെ ജയിച്ചു, അങ്ങനെ ചെയ്യരുതെന്ന് ഒരാൾ പറഞ്ഞു, അതിങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അതിന് നിയമമുണ്ട്. ഒരു നിയമവും വേണ്ട. ഇതിനകത്ത് ഓം ഹരിഹർ വേദധ്യാനം എന്ന് പറഞ്ഞ് അങ്ങ് ചൊല്ലിയാൽ മാത്രം മതി, അതിന് പ്രയോജനമുണ്ട്. അതേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അത് മറ്റേ വിധിപ്രകാരമൊക്കെ ചെയ്യുന്ന തിരുമേനിമാർ വിഗ്രഹങ്ങളെ പൂജിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് നാരായണ കവചം പറയുന്ന അധ്യായമായതുകൊണ്ട് എല്ലാവർക്കും ഉത്സാഹമാണ്, എനിക്കും ഉത്സാഹമാണ്. ഹരി ഓം. അധ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ഷഷ്ഠസ്കന്ധേ അഷ്ടമോധ്യായഃ. രാജോവാച യയാ ഗുപ്തസഹസ്രാക്ഷ സവാഹാൻ രിപുസൈനികാൻ ക്രീഡന്നിവ വിനിർജിത്യ ത്രിലോക്യ ബഭുജേ ശ്രിയം ഭഗവൻ തന്മമാഘ്യാഹി വർമ്മനാരായണാത്മകം യഥാതഥായിന ശത്രുൻ തന്നെയാണ് കേട്ടോ. ത്രൂ എന്നാണ് വായിക്കേണ്ടത്, തൃ അല്ല ത്രൂ, ത്രായിക്കാണ് നീട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ശത്രുൻ യേന ഗുപ്തോ ജയൻ മൃധേ ഭഗവൻ തൻ മമാഘ്യാഹി എന്നാണ്. ഭഗവം തൻ മമാഘ്യാഹിയാണ് ഭഗവൻ. പിന്നെ ആ പൂജ്യവും എസ് എന്നുള്ളതും വെട്ടിക്കളയുക. തൻ മമാഘ്യാഹി വർമ്മനാരായണാത്മകം യഥാതഥായിന ശത്രുൻ യേന ഗുപ്തോ ജയൻ മൃധേ. ഗുപ്ത അജയൻ മൃധേ എന്നാണ്. യയാ ഗുപ്ത സഹസ്രാക്ഷ സവാഹാൻ രിപു സൈനികാൻ. രിപു കഴിഞ്ഞ് കോമായിട്ടോ. അപ്പോൾ രിപു എന്ന് പറഞ്ഞ ശത്രു, സൈനികാൻ ക്രീഡന്നിവ വിനിർജിത്യ ത്രിലോക്യ ബുഭുജേ ശ്രിയം. യാതൊന്നിൽ നല്ല ഗുപ്തമായിരിക്കുന്ന രഹസ്യമാക്കി വെച്ചിരിക്കുന്ന 1000 കണ്ണുള്ളവൻ. സവാഹാൻ രിപു സൈനികാൻ, നാഥന്മാരോട് കൂടിയ ശത്രു സൈന്യങ്ങളെ കളിക്കുന്നവൻ എന്ന പോലെ ജയിച്ചിട്ട്. വലിയ കാര്യമായിട്ടൊന്നുമല്ല, വെറുതെ തമാശ കളിച്ച പോലെ അവരോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ട് ത്രിലോക്യാശ്രിയം, ത്രിലോകയുടെ ഐശ്വര്യത്തെ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ശ്രീയം ശ്രീനെ ഐശ്വര്യത്തെ ബുഭുജോ അനുഭവിച്ചുവോ. ഭഗവൻ എല്ലാം അറിയുന്ന ഭഗവാനെ നാരായണാത്മകം നാരായണമയമായ തദ്വർമ്മ ആ കവചത്തെ മമ ആഖ്യാഹി എനിക്ക് ഉപദേശിക്കണം. ഏന ഗുപ്ത യാതൊന്നിനാൽ രക്ഷിക്കപ്പെട്ടവനായിട്ട് എപ്രകാരം
യുദ്ധത്തിൽ ശത്രുവിനെ ജയിച്ച ആതതായിന ശത്രുൻ, ആയുധം ധരിച്ച ശത്രുവിനെ ജയിച്ചത് അജയത് എങ്ങനെ ജയിച്ചു, ശത്രുഘ്നെ എങ്ങനെയാണ് ജയിച്ചത് എന്ന് ചോദിക്കുക രാജാവ്. ഏത് രാജാവ്? നമ്മുടെ പരീക്ഷിത്ത്. അപ്പം ഭഗവാനാൽ പ്രേരിതനായ വിശ്വരൂപൻ ഇന്ദ്രൻ ഉപദേശിച്ചായ നാരായണ കവചം എന്ന മന്ത്രത്തിൻ്റെ സ്വരൂപത്തെ ആണ് ഈ 8-ാം അധ്യായത്തിൽ വ്യാഖ്യാനിക്കുന്നത്. വിശ്വരൂപനാൽ ഇന്ദ്രന് ഉപദേശിപ്പിക്കപ്പെട്ടതാണ്. അതൊരു ക്വിസ് ക്വസ്റ്റ്യനാണ്. ഈ നാരായണ കവചം ആർക്ക് ഉപദേശിച്ചു? വിശ്വരൂപൻ ഇന്ദ്രന് ഉപദേശിച്ചു നാരായണ കവചം. അങ്ങനെ രാജാവ് പറഞ്ഞു എനിക്കും കൂടി അതൊന്ന് കിട്ടിയാൽ കൊള്ളാം. അങ്ങനെയല്ലേ, നമുക്കും എല്ലാം അങ്ങനെയായിരുന്നല്ലോ. നാരായണ കവചം എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഒരു മന്ത്രമുണ്ട്. അത് നമ്മൾക്കൊരു കവചം തീർക്കും, നമ്മളെ എല്ലാത്തിൽ നിന്നും രക്ഷിക്കാനായിട്ടൊരു കവചം തീർക്കും. അങ്ങനെ ഒരെണ്ണം കിട്ടിയാൽ നല്ലതല്ലേ എന്നോർത്ത് നമ്മളും പറയും നമുക്കും പഠിക്കണം എന്ന് പറഞ്ഞ പോലെ രാജാവ് പറഞ്ഞു എനിക്കും പഠിക്കണം. 7 ദിവസമേ ഉള്ളൂ അദ്ദേഹത്തിന്. എന്ത് ആശ്വാസമല്ലേ അത്. ഞാൻ ഓർക്കുക, ആ പരീക്ഷിച്ച് എന്ത് ഭാഗ്യവാനായിരുന്നു. സർപ്പദംശനുമേറ്റ് മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സുഖമായിട്ടിരിക്കുക, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതിരുന്നിട്ട് അവസാനം ശുഗൻ ബ്രഹ്മർഷി വന്നു. ആ ശുഗനോട് ചോദിച്ചപ്പോൾ ശുഗൻ പറഞ്ഞു കൊടുത്തതാണ് ഈ ഭാഗവതം. അതാണ് കേൾക്കേണ്ടത്. ഒരു മരിക്കാൻ തയ്യാറായിരിക്കുന്ന ആളിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അത് വളരെ 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 നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. എന്താണ് ചെയ്യേണ്ടത്? പരീക്ഷത്തിന് 7 ദിവസം ഉണ്ടെന്നല്ല, 7 ദിവസമേ ഉള്ളൂ എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. നമ്മളൊക്കെ എത്ര ഹതഭാഗ്യരാണ്, നമുക്കറിഞ്ഞേ കൂടാ. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഒരു ഡേറ്റ്, അത് വിശ്വസനീയമായ ഒരു ഡേറ്റ് ഭഗവാൻ തന്നിരുന്നെങ്കിൽ ഏതാനും ദിവസങ്ങളേ ഉള്ളെന്ന് അങ്ങനെ ഒരു ദിവസം പറയുക, അത്ര ദിവസമേ ഉള്ളെന്ന് പറയുകയാണെങ്കിൽ ഞാൻ സത്യമായിട്ടും പറയുക കേട്ടോ, വെറുതെ പറയുക, എന്ത് സന്തോഷമാണ്. കാരണം എന്ത് സംഭവിച്ചാലും ഇത്രയും ദിവസത്തിൻ്റെ അകത്തുള്ള ദുഃഖവും ദുരിതവും അനുഭവിച്ചാൽ മതിയല്ലോ എന്ന് ഉറപ്പുണ്ടല്ലോ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആരും ആ വഴിക്ക് ചിന്തിച്ചിട്ടേ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നതുകൊണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് എപ്പോഴും ഓർക്കും. ഓരോരുത്തർക്കും ഇത് സംഭവിക്കുമ്പോൾ നാളെ നമുക്ക് വേണ്ടതില്ലേ. അപ്പം നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ചുമ്മാ ഒന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഓർക്കും പരീക്ഷത്തിനെ പോലെ ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ അറിയായിരുന്നു കൃത്യം. ഒത്തിരിയൊന്നും വേണ്ട, ഈ 5-6 ദിവസം മുമ്പ് കിട്ടിയാൽ മതി, എളുപ്പമുണ്ട്. അത്രയും ദിവസം നമുക്കൊരു മനസ്സിനൊരിതുണ്ട് കൃത്യമായിട്ട്. എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും, എത്ര ദുഃഖം എത്ര വേദന അനുഭവിക്കേണ്ടി വന്നാലും അത്രയും ദിവസമല്ലേ ഉള്ളെന്ന് ഉറപ്പ്. ഇതിപ്പോൾ നമുക്കൊരു ഉറപ്പുമില്ല എത്ര നാൾ നമ്മൾ കിടക്കേണ്ടി വരും. കിടക്കുന്നതല്ല, നടക്കുന്ന വഴിക്ക് പോകേണ്ടി വരും. അതൊന്നും നമുക്കറിഞ്ഞുകൂടാ. പരീക്ഷത്ത് സത്യത്തിൽ ഭാഗ്യവാനാണ്. പരീക്ഷത്തിന് ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ കിട്ടി. എന്നിട്ട് ഈ പരീക്ഷത്തിന് എന്തിനാണ് ഈ നാരായണ കവചം? അതും ഓർക്കാവില്ലേ നമുക്ക്. എങ്കിലും അദ്ദേഹം ചോദിച്ചു, സർവജ്ഞനായ ഭഗവാനെ ഏതൊരു വിദ്യയിലാണോ ആ ദേവേന്ദ്രൻ എന്ന ആ വീരനായ സ്വർഗത്തിൻ്റെ സേനാധിപതി ശത്രുക്കളെ അനായാസേന ജയിച്ചിട്ട് ത്രിലോകത്തിലുള്ള ഐശ്വര്യങ്ങളെയും അനുഭവിച്ചത്, ആ മന്ത്രത്തെ എനിക്കും ഒന്ന് ഉപദേശിച്ച് തരിക. എന്തിനാണോ അദ്ദേഹത്തിന്, എന്നാലും അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയാൻ, നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടും അവിടെ ഇരുന്ന സൂതന് അത് കേട്ടിട്ട് ശൗനകാദികളോട് പറയാനും ഒക്കെ വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇത് രചിച്ച് വെച്ചിരിക്കുന്ന രീതിയാണെന്നേ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങളാരും വേവലാതിപ്പെടണ്ട. എന്തിനാ ശരിയാ ഈ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചത് എന്തിനാണ്? നമുക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. നമ്മളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് പരീക്ഷിച്ചെന്ന് ഓർക്കുക. മരണം അടുത്തിരിക്കുന്നവൻ, അത് അദ്ദേഹത്തിന് 7 ദിവസം ഉള്ളെന്നറിയാമായിരുന്നു, നമുക്കറിയാൻ വയ്യ. അതുകൊണ്ട് നമ്മളിങ്ങനെ തുടർന്ന് പോവുക. നമ്മൾ 7 ദിവസം ഉള്ളെന്നങ്ങ് വിചാരിച്ചു, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ശ്രീശുക ഉവാച വ്രത പുരോഹിതസ്ത്വാഷ്ട്രോ മഹേന്ദ്രായാനുപൃച്ഛതേ നാരായണാഖ്യം വർമാഹ തദിഹൈക മനാ ശൃണു. വ്രത പുരോഹിത ത്വാഷ്ട്രോ, പുരോഹിത ആണ് ആ സ വന്നത് അവിടെ. ആ പുരോഹിത ത്വാഷ്ട്രോ എന്ന് എഴുതിയാൽ മതി, സ വെട്ടിക്കളഞ്ഞേരെ. വ്രത പുരോഹിതത്വാഷ്ട്രോ മഹേന്ദ്രായാനുപൃച്ഛതേ നാരായണാഖ്യം വർമാഹ തദിഹൈക മനാ ശൃണു. പുരോഹിതനായി വരിക്കപ്പെട്ട അതായത് സ്വീകരിക്കപ്പെട്ട ത്വാഷ്ട്രന് ത്വഷ്ടാവിൻ്റെ മകനായ വിശ്വരൂപൻ അനുപൃച്ഛതയെ വളരെ സാവധാനത്തിൽ ചോദ്യം ചെയ്ത ആ മഹേന്ദ്രനായിക്കൊണ്ട്, അതായത് ദേവേന്ദ്രനായിട്ട് നാരായണാഖ്യം വർമ്മ നാരായണം എന്ന പേരായ ആ കവചത്തെ ആഹ പറഞ്ഞു. ആഹ നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വാക്ക പറഞ്ഞു. ആഹ പറഞ്ഞു. ആഹാ എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന പറഞ്ഞു. അതിനെ ഇഹ ഇപ്പോൾ ഏകാഗ്ര മനസ്സോട് കൂടിയവനായിട്ട് ശൃണു ശ്രവിച്ചാലും. ശ്രീ വിശ്വരൂപ ഉവാച
ത്വദാഘ്രി പാണിരാജമ്യ ത്വദാഘ്രി പാണിരാജമ്യ സ പവിത്ര ഉദങ്മുഖ കൃതസ്വാംഗകരന്യാസോ മന്ത്രാഭ്യാം വാഗ് യതശുചി നാരായണമയം വർമ്മ സന്നഹ്യേത് ഭയ ആഗതേ. അതിൻ്റെ ചെല്ലേണ്ട രീതികളൊക്കെ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മുഴുവൻ നമുക്ക് അനുസരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ നാരായണ കവചം ഓം ഹരിർ വിദധ്യാൻ മാത്രം ചൊല്ലുന്നത്. ഇത് മുഴുവൻ ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാഗവതത്തിൽ ഇത് പറയുന്നത് ഇതിങ്ങനെ ചെയ്യേണ്ടവർക്ക്, ഈ കരന്യാസമൊക്കെ ചെയ്ത് ചെയ്യേണ്ടവർക്ക് വേണ്ടിയിട്ട് ഭാഗവതത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അല്ലാതെ അത് ഇതൊരു ക്രിയാമാർഗം, ക്രിയ എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ, നമ്മൾ പൂജ ചെയ്യുന്ന ക്രിയകൾ, അതിനകത്ത് കൈ കൊണ്ടൊക്കെ കാണിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ ഒത്തിരി കാര്യങ്ങൾ അവർ, അതൊക്കെ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. അതൊന്നും നമ്മൾ ചെയ്താൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാനത് പാടേ വിടുകയാണ്. അതിനെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല, നേരെ അങ്ങ് പോകാം. പക്ഷേ പറയണം അല്ലേ, നിങ്ങൾക്കൊന്നും മനസ്സിലാകണേ വാക്കുകൾ. ധൗത ആംഘ്രിപാണി രാജമ്യ സ പവിത്ര ഉദങ്മുഖ കൃതസ്വാംഗ കരന്യാസോ മന്ത്രാഭ്യാം വാഗ് യതശുചി നാരായണമയം വർമ്മ 8 അക്ഷരമായി സന്നഹ്യേത് ഭയ ആഗതേ. അത് ധൗത ആംഘ്രിപാണി, കൈയും കാലുമൊക്കെ കഴുകി ക്ഷളനം ചെയ്ത്, എന്ന് വെച്ചാൽ കൈകാലുകളൊക്കെ കഴുകി വൃത്തിയാക്കി ആചമനം ചെയ്തിട്ട് ഇത്തിരി വെള്ളവും കഴിച്ച് നമ്മൾ ശുദ്ധി വരുത്തി എന്നുള്ളത്. പവിത്രത്തോടു കൂടിയവനും ഉദങ് ആയിട്ടുള്ള വടക്കോട്ട് മുഖത്തോടു കൂടിയവനുമായിട്ട് ഭയേ ആഗതേ, ഭയം ആഗമിച്ചിരിക്കുമ്പോൾ, എന്തെങ്കിലും തരത്തിലുള്ള ഭയം വന്നിരിക്കുമ്പോൾ മന്ത്രാഭ്യാം 2 മന്ത്രങ്ങളാൽ കൃതസ്വാംഗകരന്യാസ ചെയ്യപ്പെട്ടിരിക്കുന്ന അംഗന്യാസം കരന്യാസങ്ങളോട് കൂടിയവനും വാഗ്യത വാക്കിനെ അടക്കിയവനും ശുദ്ധനുമായിട്ട് നാരായണനാകുന്ന ആ ദേവതയോടുകൂടിയ കവർമ്മ എന്ന് പറഞ്ഞ കവചമാണ് കേട്ടോ. സനഹ്യത് ബന്ധിക്കണം, ആ കവചം കൊണ്ട് നമ്മൾ സ്വയം ബന്ധിക്കണം. എങ്ങനെയാണ്, ഏതൊക്കെ അവസരത്തിലാണ് ജപിക്കേണ്ടത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ആദ്യ ദൈവികം, ആദ്യ ഭൗതികം, ആധ്യാത്മികം എന്നിങ്ങനെ 3 വിധത്തിലുള്ള ഭയം നിൽക്കും. ത്രിഭയങ്ങൾ അത് മുഴുവൻ നമുക്ക് ഇല്ലാതാകുമെന്ന് നിവൃത്തി വരുത്തുന്നതിനാണ് ഈ നാരായണ കവചം ചൊല്ലുന്നത്. കൈകാലുകളെ ജലം കൊണ്ട് കഴുകി അതൊക്കെ പറഞ്ഞു. നമ്മൾ മുദ്ര വിരലിൽ ധരിക്കണം. ഗർഭ കൊണ്ടുണ്ടാക്കിയ പവിത്രം എന്ന മുദ്ര, പവിത്രം എന്നുള്ള മുദ്ര ധരിക്കുന്നതിന് പകരം പവിത്രം, സ്വർണം കൊണ്ട് കിട്ടിയ പവിത്ര വെച്ച മോതിരം ഇട്ടാലും മതി എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതിനുശേഷം നാരായണനാകുന്ന ആ ദേവതയോട് കൂടിയ മന്ത്രത്തെ ധരിക്കണം, എന്നുവെച്ചാൽ ജപിക്കണം. പാദയോർ ജാനുനോരൂർവോർ, അവിടെ ഇച്ചക്ക് തിരുത്താനുണ്ട് കേട്ടോ. പാദയോർ ജാനുനോരൂർവോർ എന്നെഴുതുക. എന്നിട്ട് പിന്നെ വെട്ടിയിട്ട് ഉദരേ ഹൃദി അധോരസി ഹൃദി അധ ഉരസി എന്നാണ് ആ വാക്ക്. ഹൃദി അധോരസി എന്നെഴുതണം, വായിക്കണം കേട്ടോ, യാ പറയരുത്. ഹൃദി അധ ഉരസി കിട്ടിയല്ലോ വാക്ക്. ഹൃദി അധ ഉരസി. പാദയോർ ജാനുനോരൂർവോർ ഉദരേ ഹൃദി അധോരസി മുഖേ ശിരസ്യാനുപൂർവ്യാത് എന്നാക്കുക. പിന്നെ ദോം എന്നുള്ളത് വെട്ടിയിട്ട് ഓം എന്നുള്ള മന്ത്രമില്ലേ അത്. ഓംകാരാദീനി വിന്യസേത്. ഓം നമോ നാരായണായ ഇതി വിപര്യേയം അഥാപി വാ. അത് ഓം നമോ നാരായണായ, ഓംകാരത്തോടു കൂടിയതായ നാരായണായ എന്ന മന്ത്രത്തിലെ ഓരോ അക്ഷരത്തെ വിപരീതമായിട്ടോ പാദങ്ങളിലും ജാനു എന്ന് വെച്ചാൽ കയ്യ്, ഉരുക്കളിലും ഉദരത്തിലും എല്ലായിടത്തും 8 അവയവങ്ങൾ, 8 അക്ഷരങ്ങളെ ക്രമത്തിൽ, അതായത് ഓം നമോ നാരായണ എന്ന 8 അക്ഷരം, ആ മന്ത്രത്തിനകത്തുള്ള 8 അക്ഷരങ്ങളെ ക്രമത്തിൽ 8 അവയവങ്ങളിൽ വിന്യസിക്കണം ഓരോന്നും. ജാനുക്കൾ കയ്യല്ലല്ലോ, മുട്ടല്ലേ ജാനു. അത് ഞാനോർത്ത് എന്തോ ഒരു തെറ്റ് പറഞ്ഞല്ലോ ഇവിടെ. ജാനുബാഹു എന്ന് പറയും. മുട്ട് വരെ കൈക്ക് നീളമുള്ളവൻ എന്നുള്ളത്. അതാ ജാനു എന്നുള്ള പെട്ടെന്ന് ഞാൻ കയ്യെന്നോർത്ത് കേട്ടോ. ബാഹു ആണ് കയ്യ്. ജാനുനോ ഊരുക്കളിലും ഉദരത്തിലും ഹൃദയത്തിലും അധ ഉരസി, പിന്നെ ഉരസിൽ മാറിടത്തിലും മുഖത്തിലും തലയിലും ഓങ്കാരാദീകളെ ആനുപൂർവേദ ക്രമത്തിൽ
ഓരോന്നോരോന്നായിട്ട് വിന്യസിക്കണം. നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് വെച്ചതായിട്ട് നമ്മൾ ഓം നമോ നാരായണേതി നമ്മുടെ സർവ്വ അംഗങ്ങളിലും ഇങ്ങനെ ഒഴുകി നടക്കുന്നതായിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഓർക്കണം. അപ്പോൾ അത് പിരിക്കേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു കേട്ടോ. മുഖേ ശിരസ്യാനുപൂർവ്യാത്, പിന്നെ ദോം വെട്ടുക, പൂർവ്യാത് എന്നാക്കണം. എന്നിട്ട് ഓംകാരാദീനി വിന്യസ്യത്. ശരിക്കും എഴുതണേ, ഇപ്പം തന്നെ പെൻസിൽ കൊണ്ട് തന്നെ തിരുത്തിയിട്ട്, കാരണം അതിനകത്തൊക്കെ വാക്കുകൾക്ക് പിരിക്കാനുണ്ട്. അതുപോലെ തന്നെ ഹൃദയ അധോ ഉരസിയാണ്. ഹൃദയ അധോരസി എന്ന് വായിച്ചാൽ മതി. ഹൃദി അധോരസി. പിന്നെ കരന്യാസം തത കുര്യാത് ദ്വാദശാക്ഷര വിദ്യയ പ്രണവാദി അകാരാന്തം എന്നാക്കുക. എന്നിട്ട് മാ വെട്ടിയിട്ട് അങ്കുല്യ അങ്കുഷ്ട പർവസു. പിന്നെ എന്നാ പെടണം, 12 അക്ഷരമുള്ള മന്ത്രത്താൽ കരന്യാസം ചെയ്യണം. കുര്യാത് പ്രണവാദി, പ്രണവം എന്ന് പറഞ്ഞാൽ ഓങ്കാരം. യകാരാന്തം പ്രണവാദി യകാരാന്തം അത് കേട്ടോ. എന്നുള്ളടത്ത് ടിക്ക് ഇട്ടേക്കണം. അകാരാന്തം എന്ന് വായിക്കരുത്. പ്രണവാദി യകാരാന്തം. യകാര അന്തിമമായിരിക്കുന്ന ഓരോ അക്ഷരത്തെ അങ്കുലി എന്ന് പറഞ്ഞാൽ വിരലുകൾ, പർവ്വങ്ങളിലും വിന്യസിച്ചത് ഓരോ ഇതിലും വിന്യസിക്കണം. ഓം നമോ, അതായത് ഈ 12 ദ്വാദശ അക്ഷരം ഏതാ? ഓം നമോ ഭഗവതേ വാസുദേവായ. അംഗമുള്ളതോ? അല്ല, അത് അഷ്ടം അംഗങ്ങൾ ഉള്ള മന്ത്രം ഏതാണ്? ഓം നമോ നാരായണായ. 12 ദ്വാദശാക്ഷരം ഓം നമോ ഭഗവതേ വാസുദേവായ. അതാണ് ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം, ഭാഗവതം ഗ്രന്ഥത്തിൻ്റെ. അതുകൊണ്ടാണ് ഭാഗവതം എടുത്തു വച്ചാൽ നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്നത്. അതിനൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, മന്ത്രങ്ങൾ മാറി ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന്. ആ ഗ്രന്ഥത്തിനെ അനുസരിച്ച് ആ ഗ്രന്ഥം വായിക്കുമ്പോൾ അതിൻ്റെ മന്ത്രമാണ് ചൊല്ലേണ്ടത്. സദാ നമ്മളൊരു മന്ത്രം നമ്മൾ ദീക്ഷ സ്വീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മന്ത്രം നമ്മൾ മാനസികമായിട്ട് സ്വന്തമായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ, ഇപ്പം ശിവപുരാണം എടുത്തിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ അല്ല പറയേണ്ടത്, ഓം നമ ശിവായ എന്നാണ് പറയേണ്ടത്. അതുപോലെ ആ 12 അക്ഷരം അടങ്ങിയിരിക്കുന്ന മന്ത്രം ജപിക്കണം. ചൂണ്ടുവിരൽ അത് കുറേ ഉണ്ട്. 8 വിരലുകളിൽ ഓങ്കാരം ക്രമത്തിൽ വിന്യസിച്ച ശേഷം 4 അക്ഷരങ്ങൾ, ബാക്കി 4 8 കഴിഞ്ഞ് 8 അക്ഷരങ്ങളെ 4 ഈ ചെറിയ വിരൽ മുട്ടൽ ഇങ്ങോട്ടുള്ളത് എണ്ണിയിട്ട് വിന്യസിച്ചിട്ട് 4 അക്ഷരങ്ങളെ വലിയ വിരലിലും പർവ്വങ്ങൾ 2 വിരലുകളിൽ കൂടിയുള്ള അതിനകത്ത് 4 എണ്ണത്തിനകത്തും കൂടെ, ബാക്കി 2 കയ്യിലും കൂടിയുള്ള 4 എണ്ണത്തിനകത്തും കൂടെ വിന്യസിക്കണം. അത് നമ്മളൊന്നും പഠിക്കേണ്ട കാര്യമില്ല, വാക്കുകൾ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ന്യസേത് ഹൃദയ ഓം, മറ്റേത് തിരുത്തിയല്ലോ അല്ലേ? പ്രണവാതി യകാരാന്തം ഓം നമോ ഭഗവതേ വാസുദേവായ. ആ യാണ് അവസാനം. ആ യകാരാന്തം അങ്കുഷ്ട പർവസു. യകാരാന്തം എന്ന് വായിക്കണേ, ആകാരാന്തം എന്ന് വായിക്കരുത്. എന്നുള്ളിടത്ത് പ്രണവാദി യകാരാന്ത, യായ്ക്കൊരു ടിക്കിട്ടോ, തന്നെയാണ് അവിടെ വായിക്കേണ്ടത്. നിങ്ങളോട് ആരെങ്കിലും സംശയം ചോദിക്കാൻ, ഇപ്പം നിങ്ങൾ ഭാഗവതം പഠിക്കുന്നവരായതുകൊണ്ട് ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സംശയം തോന്നാം. അപ്പോൾ അവരും അത് കരുതുക. നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം യകാരാന്തം എന്ന് പറയുന്നത്, അതായത് ഓം ദ്വാദശാക്ഷര പിന്നെ മന്ത്രമാണത്, ദ്വാദശാക്ഷര മന്ത്രം. ഏതാ? ഓം നമോ ഭഗവതേ വാസുദേവായ യകാരാന്തം. ന്യസേത ഹൃദയം ഓംകാരം വികാരം അനുമൂർധനി ഷകാരം ഭ്രുവോർമധ്യേ ണകാരം ശിഖയാ ദിശേത്. ഓരോന്ന് അത് പിന്നെ മന്ത്രം എന്നാണെന്നറിയാമോ? ഓം വിഷ്ണവേ നമഃ എന്നാണ് 6 അക്ഷരമുള്ള മന്ത്രം. ഓം വിഷ്ണവേ നമ. അത് ഓരോരുത്തരത്ത് വിന്യസിക്കുന്നത് പറഞ്ഞു. പിന്നെ വേകാരം ഓരോ വിഷ്ണവേ നമ, അതെവിടെയൊക്കെയാണെന്നാ? വേകാരം നേത്രയോർ യുഞ്ജ്യാതെന്നാണ് കേട്ടോ. നേത്രയോർ യുഞ്ജ്യാത്. നകാരം സർവസന്ധിഷു, സന്ധികളിൽ മകാരം നമ എന്നുള്ളതാണ്. മകാരം അസ്ത്രമുദ്ദിശ്യ മന്ത്രമൂർത്തിർ ഭവേത് ബുധഃ വിസർഗം ഭട്ടന്തം തത്. ഭായാണേ ഭ. വിസർഗം ഭട്ടന്തം തത് സർവദിക്ഷു വിനിർദിശേത്. ഓം വിഷ്ണവേ നമ ഇതി. അതോ അങ്ങനെ ചൊല്ലുക. ഇങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്.
ഓം നമോ ഭഗവതേ വാസുദേവായ നമ്മളപ്പോൾ ചൊല്ലേണ്ടതെന്ന ഓം നമോ നാരായണായ എന്ന് ചൊല്ലുക. അത് കഴിഞ്ഞ് നമ്മൾ ഓർക്കുക നമ്മുടെ ശരീരത്തിലെ എല്ലാ വശത്തും അത് വ്യാപിച്ചു എന്ന് ഓർക്കുക. പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോർക്കുക. അത് കൈകളിൽ വിരലുകളിലുമൊക്കെ നമ്മളതിനെ ആ മന്ത്രങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്നെന്ന് ഓർക്കുക. ഓം വിഷ്ണവേ നമ എന്നും ചൊല്ലുക. ഹൃദയസ്ഥാനങ്ങളിൽ വിന്യസിക്കണം ഓംകാരം. അങ്ങനെ ഓരോ അക്ഷരങ്ങളും അങ്ങനെ മന്ത്രമൂർത്തിയായിട്ട് നമ്മളിരിക്കുക, മന്ത്രം പറയാനായിട്ട് നമ്മളിരിക്കുക. ആത്മാനം ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ? വേകാരം നേത്രയോർ യുഞ്ജിയാത് നകാരം ആക്കണമെന്നേ ഉള്ളൂ. നകാരം എല്ലാം ആയില്ലേ? മകാരം അസ്ത്രമുദ്ദിശ്യ മന്ത്രമൂർത്തിർ ഭവേത് ബുധക സ വിസർഗം ഫടന്തം തത് അവിടെ നിർത്തുക. പിന്നെ സർവദിക്ഷു വിനിർദിശേത് ഓം വിഷ്ണവേ നമ ഇതി. ആത്മാനം പരമം ധ്യായേത് ധ്യേയം ഷഡ് ശക്തിഭിർയുധം. ഷഡ് കഴിഞ്ഞ് കോമ ഇട്ടു. അപ്പോൾ ശക്തിഭിർയുധം വിദ്യാ തേജ തപോമൂർത്തിം ഇമം മന്ത്രമുദാഹരേത്. അത് മുഴുവൻ ഇവിടെ പിരിച്ച് വായിക്കേണ്ടതാണ്. വിദ്യാ തേജ സ്തപോ മൂർത്തിം വിദ്യാ തേജസ്തപോ മൂർത്തിം. തേജഹ തപോ ആണ്, തേജസ്തപോ എന്ന് വന്നത്. അങ്ങനെ വായിച്ചു. വിദ്യാ തേജസ്തപോ മൂർത്തിം, മൂർത്തി കഴിഞ്ഞ് 0. പിന്നെ മീ വെട്ടിയിട്ട് ഇമം മന്ത്രമുദാഹരേത്. ഇമം മന്ത്രം ഉദാഹരേത്. ഈ മന്ത്രത്തെ എന്നുള്ള അർത്ഥത്തിൽ അവിടെ, അതുകൊണ്ട് അവിടെ നിർത്താൻ പറഞ്ഞത്. വിദ്യാ തേജസ്തപോ മൂർത്തിം ഇമം മന്ത്രമുദാഹരേത്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം ന്യസ്താംഘ്രിപത്മ പതകേന്ദ്രപൃഷ്ഠേ ദരാരി ചർമാസി ഗതേഷു ചാപ പാശാൻ ദധാനോഷ്ട ഗുണോഷ്ടബാഹുഹോ. പക്ഷിയുടെ പൃഷ്ഠത്തിൽ ന്യസ്താംഘ്രി ന്യസിക്കപ്പെട്ട പാദപത്മങ്ങളോട് കൂടിയവനും, അതായത് ഭഗവാൻ ഗരുഡൻ്റെ പുറത്താണല്ലേ വരുന്നത്. ദര ശംഖം, അരി ചക്രം, ചർമ്മ പരിച, അസി വാൾ, ഗദ എന്നുള്ള ആയുധം, ഇഷു ബാണം, ചാപം വില്ല്, പാശാൻ കയറ്, ദധാന ധരിച്ചുകൊണ്ട് 8 വിധ ഐശ്വര്യങ്ങളോടും കൂടിയും 8 കൈകളോടും കൂടിയും ഇരിക്കുന്ന ആ സർവ ചൈതന്യ സ്വരൂപനായ ഹരി, ഓങ്കാരസ്വരൂപനായ ഹരിയെ വിഷ്ണു എൻ്റെ എന്നെ സർവരക്ഷയെ വിദധ്യാത് ചെയ്യണം. ആ വാക്കുകളെല്ലാം കിട്ടിയല്ലോ നിങ്ങൾക്കല്ലേ? ഒന്നുകൂടെ ഞാൻ കേട്ട് നോക്കിയാൽ മതിയേ. ദര ശംഖം എഴുതി വെക്കേണ്ടവർ എഴുതി വെച്ചോണം. ദര ശംഖം, അരി ചക്രം, ചർമ്മ പരിച, ചർമ്മം കൊണ്ടുണ്ടാക്കിയ പരിച, അസി വാൾ, ഗദ സാധാരണ, ഇഷു ബാണം, ചാപം വില്ല്, പാശാൻ പാശം കയറ്, ദധാന. അപ്പം അത്രയേ ഉള്ളൂ. ഈ 8 ദധാന എന്നുള്ളത് ഇല്ല, ദധാന ധരിച്ചു. ഈ ശ്ലോകം മുതലാണ് 23 ശ്ലോകമാണ് നാരായണ കവചം എന്ന മന്ത്രമാകുന്നത്. ഈ 23 തത്വങ്ങളുടെ സംഘാതമാണ് ഓരോ രൂപത്തിൽ ദുഃഖകാരണമായിരിക്കുന്നത്. ആ ദുഃഖനിവൃത്തിയെ ഉദ്ദേശിച്ചാണ് 23 പദ്യങ്ങൾ പ്രാർത്ഥിക്കുന്നത്. 23 ദുഃഖങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളതെന്ന്. അതുകൊണ്ട് ഈ ശംഖം ചക്രം പരിച വാള് ബാണം ഗദ വില്ല് കയറ് എന്നൊക്കെയുള്ള ആയുധങ്ങൾ ധരിച്ച 8 കൈകളോടും അണിമാദികളായ എല്ലാ ഐശ്വര്യങ്ങൾ, അണിമ മഹിമ ലഘിമ അങ്ങനെ പറയുന്ന ഐശ്വര്യങ്ങളോടും ഒക്കെ കൂടി ഇരിക്കുന്നതായ ആ മഹാവിഷ്ണു എല്ലാ ദിക്കിലും എല്ലായിടത്തും എന്നെ രക്ഷിക്കണം. മമ എൻ്റെ രക്ഷയ്ക്കായി വന്നാലും. ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തിർ യാദോ ഗണേഭ്യോ വരുണസ്യ പാശാത് സ്ഥലേഷു മായാ വടുവാ മനോവ്യാത് ത്രിവിക്രമഘേവതു വിശ്വരൂപഃ. ജലേഷു ജലത്തിൽ ജലജന്തുക്കളിൽ നിന്നും വരുണൻ്റെ പാശത്തിൽ നിന്നും, വരുണൻ ജലത്തിൻ്റെ സമുദ്രത്തിൻ്റെ ദേവതയാണ്. മത്സ്യമൂർത്തി മത്സ്യസ്വരൂപനും മാം രക്ഷതു എന്നെ രക്ഷിക്കട്ടെ. സ്ഥലത്തിൽ ത്രിവിക്രമൻ 3 പാദന്യാസങ്ങളോടുകൂടി ആ മായാ വടുവാമന രൂപിയായിട്ട് ജനിച്ചത്, അതാണ് ത്രിവിക്രമൻ. ത്രിവിക്രമൻ ഭഗവാനൊരു പേരുണ്ട്, അത് വാമനാവതാരത്തിന് പറയുന്നതാണ്. ആ ബ്രഹ്മചാരിയായി അവതരിച്ച വാമനൻ അവിയാതെ രക്ഷിക്കട്ടെ. ആകാശത്തിൽ വിശ്വരൂപ ലോകസ്വരൂപൻ രക്ഷിക്കട്ടെ. ഓരോ സ്ഥലത്ത് വെച്ചും എന്നെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്.
ദുർഗേഷു അടവ്യാജിമുഖാദിഷു പ്രഭു പായാൻ നൃസിംഹോസുരയൂഥപാരി വിമുഞ്ചതോ യസ്യ മഹാ അട്ടഹാസം ദിശോ വിനേതുർന്യപതംശ്ച ഗർഭാഹ. ആ അട്ടഹാസം വിമുഞ്ചത, മഹാ അട്ടഹാസത്തെ മോചിപ്പിക്കുന്ന യാതൊരുവൻ്റെ നാദമാണോ അത്, നാദത്താൽ ദിക്കികൾ വിനേതു, ദിക്കുകൾ പ്രതിധ്വനിച്ചത്. എവിടുന്ന് ശബ്ദം പ്രതിധ്വനിച്ചു വന്നു, ഇങ്ങനെ എക്കോ പോലെ കേട്ടുകൊണ്ടിരുന്നു. ഗർഭങ്ങൾ നിപതിക്കുകയും ചെയ്തു. അസുര സംഘാധിപൻ്റെ ശത്രുവും എല്ലാറ്റിനും സമർത്ഥനുമായ ആ നരസിംഹം അസുരൻ്റെ ശത്രുവല്ലേ. അടവ്യാജി മുഖാദിഷു, അടവി ആജി മുഖം മുതലായ ദുർഗങ്ങളിൽ ഇതായിട്ടുള്ള പായാതെ പാലിക്കട്ടെ. കാട്, അടവി എന്ന് പറഞ്ഞാൽ കാട്, ആജി മുഖം മുതലായ ദുർഗങ്ങളിൽ നിന്ന് അട്ടഹസിച്ച സർവ്വദിക്കുകളിലും പ്രതിധ്വനിക്കപ്പെട്ട ആസുര സ്ത്രീകളുടെ ഗർഭം കലങ്ങി എന്നാണ് പറയുന്നത്. ഏതാ, നമ്മുടെ നരസിംഹമൂർത്തിയുടെ ഗർജനം കേട്ടിട്ട് അത്രയ്ക്കും ഭയങ്കര ശബ്ദമായിരുന്നു. ആ അസുര സംഘാധിപനായ ഹിരണ്യകശിപുവിനെ സംഹരിച്ച സമർത്ഥനായ നരസിംഹമൂർത്തി കാട്, അതുപോലെ തന്നെ യുദ്ധഭൂമി മുതലായ വളരെ ക്ലേശം ഉള്ള ആ സ്ഥലങ്ങളിൽ എന്നെ രക്ഷിക്കട്ടെ. അടവി ആജി മുഖാദിഷു, കാട് യുദ്ധഭൂമി, ആജി മുഖാദിഷു എന്ന് പറയുന്നത് ആജിമുഖം യുദ്ധമുന്നണി. രക്ഷത്വസോ മാധ്വനിയജ്ഞകൽപ സ്വദംശ്രയോന്നീതധരോവരാഹ രാമോദ്രികൂടേഷു അധ വിപ്രവാസേ സ ലക്ഷ്മണോ വ്യാത് ഭരതാഗ്രജോസ്മാൻ. യജ്ഞസ്വരൂപനായ തൻ്റെ ദംഷ്ട്ര കൊണ്ട് ഉയർത്തപ്പെട്ട ഭൂമി വരാഹമായിട്ട്, വരാഹമൂർത്തി അധ്വനി ആ മാർഗത്തിൽ എന്നെ രക്ഷിക്കട്ടെ. അദ്രികൂടേഷു പർവ്വതങ്ങളുടെ ഇടയിൽ രാമ അവ്യാത് പരശുരാമൻ രക്ഷിക്കട്ടെ. വിപ്രവാസെ വേറെ സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ, എന്ന് വെച്ചാൽ ദേശങ്ങളിൽ നിന്ന് വിട്ടുപോകും, നമ്മുടെ സ്വന്തം ദേശത്തിൽ നിന്ന് വിട്ട് വേറെ ദേശങ്ങളിലോട്ട് പോകുമ്പോൾ ലക്ഷ്മണ സഹിതനായ, അതുപോലെ ഭരതൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമൻ നമ്മളെ രക്ഷിക്കട്ടെ. അത് നമ്മുടെ മക്കളൊക്കെ വെളിയിൽ പോയിരിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള അമ്മമാർ എപ്പം എങ്ങോട്ട് വെളിയിൽ പോയി ദേശത്തു നിന്ന് തന്നെ മാറി നിൽക്കുന്നവരുണ്ടല്ലോ, നമ്മുടെ എല്ലാം കൂട്ടത്തിലുണ്ടല്ലേ ആൾക്കാർ ദേശങ്ങളിലൊക്കെ ജോലി, അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതാ ദുഃഖങ്ങളിൽ കണ്ട അന്നത്രയും കാലങ്ങൾക്ക് മുമ്പ് തന്നെ അത് എഴുതി വെച്ചിരിക്കുക, എല്ലാവർക്കും വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുക. നമ്മളത് പഠിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അതുപോലെ വേറെ സ്ഥലത്ത്, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തൊന്ന് മാറി താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്കും എല്ലാം പർവ്വതങ്ങളുടെയൊക്കെ മുകളിൽ നമ്മുടെ ആൾക്കാർ മക്കള് ഭർത്താക്കന്മാരൊക്കെ പോകുന്നുണ്ടല്ലോ, ഈ മിലിറ്ററി ജോലി അങ്ങനെയൊക്കെ പോകുന്നവർക്ക് ദൂരെ വളരെ പർവ്വതങ്ങളിലൊക്കെ കയറാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയൊക്കെ പോകുന്നവർ അവർക്കൊക്കെ പരശുരാമൻ രക്ഷിക്കട്ടെ. മറ്റേത് ദേശാന്തരങ്ങളിൽ പോകുന്ന ലക്ഷ്മണനോട് കൂടി ഭരതൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമൻ രക്ഷിക്കട്ടെ. പിന്നെ മുഗ്രധർമാദഖിലാത് പ്രമാദാത് നാരായണപ്പാതു നരശ്ചഹാസാത് ദത്തസ്ത്വയോഗാദഥ യോഗനാഥ പായാത് ഗുണേശ കപിലകർമ്മബന്ധാത്. ഉഗ്രധർമ്മത്തിൽ നിന്ന്, പ്രമാദത്തിൽ നിന്നും, ഹാസാദ ഗർവത്തിൽ നിന്നും, വളരെ അഹങ്കാരം, ആ ഗർവത്തിൽ നിന്നും, അയോഗാത് യോഗഭ്രംശത്തിൽ നിന്നും ഓരോരുത്തരും രക്ഷിക്കട്ടെ എന്ന്, കർമ്മബന്ധങ്ങളിൽ നിന്നും ഗുണങ്ങളുടെ പ്രേരകനായ കപില ഭഗവാൻ പായാതെ രക്ഷിക്കട്ടെ. അപായം എന്ന് പറഞ്ഞാൽ അപകടമാണ്, പായാത് ഇതിന് രക്ഷിക്കുക, അത് അപകടത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. ആഭിചാരം മുതലായ ഉഗ്രധർമ്മത്തിൽ നിന്നും, ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, ആദ്യം പറഞ്ഞല്ലോ ഇത്, ആ അഭിചാരം മുതലായ ഉഗ്രധർമ്മം ഒക്കെ ചെയ്ത് അതിലും ചെയ്യേണ്ടതിനെ ചെയ്യാതിരിക്കുന്നതുമായ സകലവിധമായ ആ പ്രമാദങ്ങളിൽ നിന്നും, ഭ്രാന്തമായ ഒരു വികാരം മനുഷ്യരിലുണ്ടാകുന്നത്, അതിൽ നിന്ന് എന്നെ നാരായണൻ രക്ഷിക്കട്ടെ. ഗർവത്തിൽ നിന്നും നരനാരായണന്മാരും ഭഗവാന്റെ ഒരു അവതാരമാണ്, നരൻ എന്നെ രക്ഷിക്കട്ടെ. യോഗഭ്രംശത്തിൽ നിന്നും യോഗനാഥനായ ദത്താത്രേയൻ രക്ഷിക്കട്ടെ. ദത്താത്രേയൻ ആരുടെയാ?
മഹാദേവൻ്റെയും ബ്രഹ്മാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും കൂടെ അവതാരമായിട്ടാണ് ദത്താത്രേയ മഹർഷിയെ പറയുന്നത്. അങ്ങനെ ദത്താത്രേയൻ രക്ഷിക്കട്ടെ. സത്വാദി ഗുണങ്ങളുടെ എല്ലാം പ്രേരകനായ സാഖ്യയോഗ ആചാര്യനായ കപിലൻ എന്നെ രക്ഷിക്കട്ടെ. സനത്കുമാരോപതു കാമദേവാത് ഹയശീർഷ, കാമദേവാത് എന്നെഴുതുക. പിന്നെ ധ വെട്ടിയിട്ട് ഹയശീർഷ മാമ്പതി ദേവകേളനാത് ദേവർഷി വരിയ പുരുഷ അർച്ചനാന്തരാത് കൂർമോ ഹരിർമാം നിരയാത് അശേഷാത്. കാമദേവൻ ആരെന്നറിയാമല്ലോ. കാമദേവൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ, ആ ആഗ്രഹങ്ങളെ ജനിപ്പിക്കുന്നതായ ദേവൻ, മന്മഥൻ എന്ന് പറയും. സാക്ഷാൽ മന്മഥൻ എന്ന് വെച്ചാൽ ഏറ്റവും സുന്ദരനായിരുന്നു എന്നാണ് പറയുന്നത് കാമദേവൻ. ദേവന്മാരെ അപമാനിക്കുന്നതിൽ നിന്ന് പുരുഷൻ്റെ അർച്ചനയിൽ ഉണ്ടാകുന്ന മാറ്റം അത് ഇല്ലാതാകുന്നത് കൊണ്ട് നരകത്തിൽ നിന്ന് അതായത് മന്മഥവേഗം നിമിത്തമുണ്ടാകുന്ന ദോഷത്തിൽ നിന്ന് സനത്കുമാരൻ പരിപാലിക്കട്ടെ. സനത്കുമാരൻ മന്മഥൻ ഇന്നോടെ വരികയില്ലല്ലേ. കുഞ്ഞു കുട്ടികളാണ്, അവരെ കണ്ടാൽ സുന്ദരന്മാരാണ്, പക്ഷേ ചെറിയ കുട്ടികൾ, അവർ കൗമാരപ്രായം വിട്ടിട്ടില്ല. കുഞ്ഞു ബാല്യമായിട്ടുള്ള കുമാരന്മാരെ ആണ് അവിടെ നമ്മൾ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന കാമദേവനിൽ നിന്ന് വേണമെങ്കിൽ വന്ധ്യന്മാരെ ദേവത അതുപോലെ ഹയഗ്രീവൻ രക്ഷിക്കട്ടെ. വഴി കൂടി പോകുമ്പോൾ വന്ധ്യന്മാരെ ആയിട്ടുള്ള ദേവന്മാരെ വന്ദിക്കാതെ പോകുന്ന കുറ്റത്തിന് ഹയഗ്രീവൻ രക്ഷിക്കട്ടെ. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹയഗ്രീവൻ, അതായത് നമ്മൾ വന്ദിക്കേണ്ടവരെ നമ്മൾ വന്ദിക്കാതെ പോന്നിട്ടുണ്ടെങ്കിൽ അതിന് ഹയഗ്രീവൻ രക്ഷിക്കട്ടെ. തെറ്റിന് നിന്ന് ഹയഗ്രീവൻ രക്ഷിക്കട്ടെ. കാമം പരമായിട്ടുള്ള എന്തെങ്കിലും അമിതമായ അത്യാഗ്രഹങ്ങൾ, വേറെ എന്തിനുള്ള ആസക്തിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞങ്ങളെ സനത്കുമാരൻ രക്ഷിക്കട്ടെ. ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് നേരിടുന്ന അപരാധത്തിൽ ശ്രീ നാരദൻ രക്ഷിക്കട്ടെ. കണ്ടോ, നാരദൻ ദേവർഷി വരിയ, ഇവിടെ നാരദനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദേവർഷി വരിയ എന്ന് പറയുമ്പോൾ നാരദനെ എടുത്തോണം കേട്ടോ നമ്മളത്. അതുപോലെ സകല വിധത്തിലുള്ളതായ സങ്കടത്തിൽ നിന്നും കൂർമ്മമൂർത്തിയായ ശ്രീഹരി രക്ഷിക്കട്ടെ. ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. കൂർമ്മമൂർത്തി സകല സങ്കടത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. ദേവന്മാരുടെ ആ മന്ദരപർവ്വതത്തിനെ കടകോലാക്കി വാസുകിയെ കയറാക്കി പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഭൂമി താഴോട്ട് പോയപ്പം ഭഗവാൻ ആമയുടെ രൂപത്തിൽ വന്ന് ഇതിനെ പൊക്കിയെടുത്തെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കൂർമ്മം മൂർത്തി എല്ലാ സങ്കടങ്ങളൊക്കെ അത് താന്നു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരെക്കൊണ്ട് പറ്റും നിവൃത്തിയെടുക്കാൻ? ആ ധർമ്മസങ്കടത്തിലെ ആ മഹാസങ്കടത്തിൽ നിന്ന് രക്ഷിച്ചതാണ് കൂർമ്മ മൂർത്തി. അതുകൊണ്ട് കൂർമ്മത്തിനെ നമ്മൾ ഗുരുവായൂരൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരു താലത്തിനകത്തൊരു ആമയുടെ ഇത് വെച്ച് അത് പൂജിക്കുന്നവരുണ്ട് കേട്ടോ. ആ കൂർമ്മ നമുക്കെല്ലാം 10 അവതാരങ്ങളിലെയും പൂജിക്കാൻ ഒരു കുഴപ്പമില്ല. ഒരു പൂജാമുറിയിലൊരു ഇത് ആമയുടെ രൂപത്തിൽ ചെമ്പ് ഇതുകൊണ്ടാണ് സാധാരണ കാണുന്നത്. ചെമ്പ് താലത്തിനകത്ത് ചെമ്പ് കൊണ്ട് ഒരു കുഞ്ഞു കൂർമ്മത്തിൻ്റെ ഇത് വെച്ചേക്കും. അപ്പം നമ്മളിങ്ങനെ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പഴമക്കാർ പറയാറുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതൊന്നും ബാധകമല്ലായിരുന്നു. ഇതൊന്നും നമുക്ക് ഇവിടെ ആചാരങ്ങൾ ഒരുപാട് കുറവായിരുന്നു. എനിക്ക് തോന്നുന്നത് അതാണ്. കുറച്ചുകൂടെ അന്ന് തന്നെ ആൾക്കാർ ശ്രീ ശങ്കരാചാര്യൻ്റെയൊക്കെ സ്ഥലമായതുകൊണ്ട് അദ്ദേഹം ഒക്കെ പറഞ്ഞുള്ള അറിവോ അല്ലെ എന്തോ ഇച്ചിരി കൂടെയൊക്കെ അങ്ങനത്തെ ഒരു സമ്പുഷ്ടമായ സമയം ഉണ്ടായിരുന്നായിരിക്കാം ഒരു പക്ഷേ ഒരു കാലത്ത്. അതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ആർക്കും അതിനെക്കുറിച്ചുള്ള അറിവുകളൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരുപാട് കർമ്മങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങൾ ഒക്കെ മനുഷ്യൻ്റെ ഇടയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. എല്ലാ തമിഴരുടെ ഇടയിലൊക്കെയാണ് ഒരുപാട് എന്ത് ചെയ്താലും അവർക്ക് പൂജാമുറിയിൽ ചെന്നാൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട്. നമുക്കൊന്നുമില്ല. സത്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഒരു വിശേഷം വന്നാൽ എന്തെങ്കിലും ഭഗവാനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചൊന്നിറങ്ങണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മളെപ്പോലെയുള്ളവർ അത്യാവശ്യം ഒന്ന് നാമം ജപിക്കുകയോ എന്തെങ്കിലും ചെയ്യും. അതിപ്പോൾ ചെയ്യുന്നുണ്ട് എല്ലാവരും കേട്ടോ. വീട്ടിൽ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഇപ്പോൾ കല്യാണത്തിനോ എന്തെങ്കിലും ഒരു മംഗളകർമ്മത്തിന് ഇറങ്ങുമ്പോൾ ഒരു മാവിൽ നിന്ന് എന്തെങ്കിലും ഒരു നാമം വരും. അത് ഹരേ രാമ അതിനകത്ത് തന്നെ തർക്കമാണ്. ഹരേ കൃഷ്ണ ആദ്യം പറഞ്ഞില്ലേ കുഴപ്പമാണോ എന്ന്. അങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കും, പക്ഷേ വേണ്ടതൊന്നും ചെയ്യത്തുമില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ. എന്നാലും അത്രയും വരെ എത്തിയിട്ടുണ്ട്. അതും ഇല്ല എന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇതിപ്പം അത്രയുണ്ട്. പക്ഷേ എന്നാലും
ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ആൾക്കാർ. അപ്പോൾ അത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പം അത് സകല സങ്കടത്തിനും നമുക്കൊരു വലിയ പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ കൂർമ്മ അവതാരം വായിക്കാറുണ്ട് ചിലടത്ത്. ആ ഭാഗം മാത്രം ഈ വീടുകളിൽ ഇങ്ങനെ ആചാര്യന്മാർ, അതൊരു നാരായണൻ പോറ്റി എന്ന് പറഞ്ഞൊരു ഒരു ആചാര്യൻ ഒരു നമ്മുടെ ആശ്രമത്തിൽ ഒരു സപ്താഹം നടത്തി. അന്ന് ഞാൻ വായിക്കാനായിട്ടൊന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എല്ലാ ദിവസവും എനിക്ക് പോകാൻ പറ്റിയെന്ന് അദ്ദേഹത്തിൻ്റെ സപ്താഹത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. കൂർമ്മ അത് പലയിടത്തും അദ്ദേഹം നടത്തി കൊടുക്കാറുണ്ടെന്ന്. വീടുകളിൽ ഗൃഹസ്ഥരായിട്ടുള്ളവരുടെ അവർക്ക് ഈ കൂർമ്മ അവതാര ഭാഗം വായിച്ച ഒരു ദിവസത്തെ യജ്ഞം പോലെ, പൂജ ചെയ്യുന്നതിന് പകരം യജ്ഞം പോലെ അത് നടത്തി അതിൻ്റെ ആ മഹിമ വർണ്ണിക്കുന്നുണ്ടെന്ന് കൂർമാവതാരം വരുന്ന ഭാഗത്ത് മൂലം ഭാഗവതത്തിൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്തുകൊള്ളുക. കൂർമോ ഹരിർമാം നിരയാത് അശേഷാത്, കൂർമോ ഹരിർമാം നിരയാത് അശേഷാതെന്ന് പറയുന്നുണ്ട്. ആ കൂർമ്മ മൂർത്തി ആയിട്ട് വന്ന ആ ശ്രീഹരി എല്ലാ സങ്കടങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ. ധന്വന്തരിർ ഭഗവാൻ പാ ത്വബധ്യാത് ദ്വന്ദ്വാത് എന്ന് പറയണം. ദ്വായും ഇന്ദുവായും രണ്ടും ദ്വാ, ദ അധികം വാ ദ്വാ, ഇന്ദ അധികം വാ ദ്വാ. അപ്പം ദ്വന്ദ്വാത് ഭയാത് ഋഷഭോ നിർജിതാത്മാ യജ്ഞശ്ച ലോകാത് പിന്നെ ദാ വെട്ടിയിട്ട് അവതാത് ജനാന്താത്, ലോകാതെന്ന് പറയണം, എന്നിട്ട് ദാ വെട്ടാവുള്ളൂ. ലോകാത് അവതാത് ജനാന്താത്. അത് വേറൊരു കടലാസിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഈ വാക്ക് വായിക്കുമ്പോൾ ശരിയാക്കിയാലും മതി. വായിക്കുമ്പോൾ മനസ്സിലാകത്തക്ക രീതിയിൽ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടവർ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളോടൊരാൾ സംശയം ചോദിച്ചാൽ സംശയത്തിന് അത് സംശയം നിവാരണം ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ധന്വന്തരിർ ഭഗവാൻ പാത്തു അപധ്യാത് ദ്വന്ദ്വാത് ഭയാത് ഋഷഭോ നിർജിതാത്മാ യജ്ഞശ്ച ലോകാത്, അവിടെ നിന്നുകൊണ്ട് 8 അക്ഷരമായി. അവതാത് ജനാന്താത്, അല്ല ഇത് ശ്ലോകമാണല്ലോ. ജനാന്താത് ബലോ ഗണാത് ക്രോധവശാത് അഹീന്ദ്രഹ. അതായത് അബദ്ധ്യം കൊണ്ട് എന്താ അബദ്ധ്യം? ഭക്ഷണക്രമത്തിലെ കാര്യമാണ് പറയുന്നത്. പഥ്യം പറഞ്ഞിട്ടുണ്ട് വൈദ്യർ. അതിനകത്ത് അബദ്ധ്യം കാണിച്ചാൽ അതുകൊണ്ട് ധന്വന്തരമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. ദ്വന്ദ്വാത് ഭയാത്, അതെന്താ ദ്വന്ദ്വാത്? അത് എപ്പോഴും പറയുന്ന ദ്വന്ദ്വങ്ങൾ, ശീതോഷ്ണം, മാനം അപമാനം, അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ നിന്ന്, സങ്കടം, ദുഃഖം, സുഖം, ദുഃഖം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന്, ഭയം, അതിൽ നിന്നൊക്കെ ജയിക്കപ്പെട്ട ശരീരധർമ്മത്തോടു കൂടിയ ഋഷഭദേവൻ. അവിടെ ഋഷഭദേവൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ ഭരതൻ്റെ അച്ഛനായ ഋഷഭദേവൻ ലോകത്തിൽ നിന്ന് ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ആപത്തിൽ നിന്ന്, അതായേ ഉള്ളൂ, വേറെ ഒരു ആപത്തൊന്നും നമുക്കിപ്പോൾ ഇല്ല. ജനങ്ങളിൽ നിന്നുള്ള ആപത്താണ്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് ആപത്തുകൾ വരുന്നത്. അത് ക്രോധവശാത് ഗണാത്, ക്രോധത്തിന് അധീനമായ ആ സംഘത്തിൽ, ക്രോധത്തിന് അധീനമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമല്ലോ, അതിൽ നിന്ന് ആദിശേഷൻ, അഹീന്ദ്രൻ, കളുടെ ഇന്ദ്രൻ, അതായത് ശേഷൻ, അതായത് ലക്ഷ്മണൻ ആയിട്ട് അവതരിച്ച ശേഷൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ആ ശേഷൻ, ആദിശേഷൻ എന്ന് പറയും വിശേഷമായിട്ട് പറയുമ്പോൾ. ഭഗവാന്റെ കിടക്കയാണ്. അങ്ങനെ ആദിശേഷമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. ഓരോരുത്തരും ഓരോ ദേവതകളുണ്ട്, നമുക്കിഷ്ടം പോലെ ദേവതകളുണ്ട്. അവരെ എല്ലാം നമ്മൾ വിളിക്കുക ഈ അവസരത്തിൽ. ഇത് പറയുന്നതിനകത്ത് വൈഷ്ണവർക്കായിട്ടുള്ള എല്ലാ ദേവതമാരെയും നമ്മൾ വിളിക്കുന്നുണ്ട്. ഇത് ആപത്തിൽ നിന്ന്, ജനങ്ങളാൽ ഉണ്ടാകുന്ന ആപത്തിൽ നിന്ന് ബലരാമൻ ആയിട്ടുള്ള ആ ഭഗവാൻ രക്ഷിക്കട്ടെ. കണ്ടോ, ബലോ ഗണാത്, ബലരാമനായ ആ ബലരാമനായിട്ടുള്ള ആൾ രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ സർപ്പസമൂഹത്തിൽ നിന്ന് സർപ്പാധിപനായ ആദിശേഷമൂർത്തി രക്ഷിക്കട്ടെ. അത് വൈവായനോ ഭഗവാൻ അപ്രബോധാത് ബുദ്ധസ്തു പാഖണ്ഡഗണാത് പ്രമാദാത് കൽക്കിക്കലേ കാലമലാത് പ്രപാതോ ധർമാവനായോരു കൃതാവതാരഹ. ഭഗവാൻ ദ്വൈപായനൻ, അതായത് വ്യാസമുനി, എഴുതിയിരിക്കുന്ന വ്യാസമുനിയാണ് ഇത് കേട്ടോ. വ്യാസമുനി ജ്ഞാനസ്വരൂപൻ, അറിവിൻ്റെ സ്വരൂപനായ വ്യാസൻ അപ്രബോധാത്, അജ്ഞാനത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. ബുദ്ധൻ എന്ന് പറഞ്ഞ ദേവൻ പാഖണ്ഡഗണാത്, പാഖണ്ഡ സമൂഹത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന, അതായത് വേദം വിഹിത കർമ്മ, വേദം ഇല്ല എന്ന് പറയുന്നവരാണ്, വേദത്തിന് എതിരെ നിൽക്കുന്നവരാണ്. അവരിൽ നിന്ന് ബുദ്ധൻ
രക്ഷിക്കട്ടെ. ബുദ്ധസ്തു വേദത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന പാഖണ്ഡന്മാരിൽ നിന്നും വേദവിഹിത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നേരിടുന്ന ആലസ്യത്തിൽ നിന്നും ഒക്കെ ബുദ്ധദേവൻ രക്ഷിക്കട്ടെ. ബുദ്ധനെയും ഭഗവാന്റെ ഒരു അവതാരമായിട്ട് ഇവിടെ നാരായണ കവചത്തിൽ പറയുന്നുണ്ട്, ഭാഗവതത്തിൽ. അപ്പോൾ ബുദ്ധനും കൂട്ടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറയുമ്പം ഗീതഗോവിന്ദത്തിൽ ബുദ്ധനെ ഒരു ഭഗവാന്റെ അവതാരമായിട്ട് വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അതുപോലെ ധർമ്മത്തെ നിലനിർത്തുന്നതിനായിട്ട് ബഹുവിധങ്ങളായ അവതാരങ്ങൾ, പലവിധ അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഓരോ അവതാരങ്ങളാണ്. ആ ഭഗവാൻ കൽക്കി കലിദോഷത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കട്ടെ. മാം കേശവോ ഗതയാ പ്രാതരവ്യാത് ഗോവിന്ദ ആസംഗവമാത്തവേണു നാരായണ പ്രാണ ഉദാത്ത ശക്തിർ മധ്യന്തിനെ വിഷ്ണുരരീന്ദ്രപാണി. ഇനി സമയമാണ് പറയുന്നത്. മാം കേശവോഗതയാ പ്രാതരവ്യാത്, രാവിലെ സമയത്ത് ദിവസത്തിൻ്റെ 6 ഭാഗിച്ചിരിക്കുക. എന്നിട്ട് രാവിലെ സമയത്ത് കേശവൻ എന്നെ രക്ഷിക്കട്ടെ. രാവിലെ മാം അവ്യാത് എന്നെ രക്ഷിക്കട്ടെ. ആസംഗവം 6 നാഴിക മുതൽ 10 നാഴിക പുലരുന്നത് വരെ വേണു ധരിച്ചിരിക്കുന്ന ഗോവിന്ദൻ, വേണു എന്ന് പറഞ്ഞ പുല്ലാങ്കുഴൽ ധരിച്ചിരിക്കുന്നതായ ഭഗവാൻ രക്ഷിക്കട്ടെ. അതാ 6 നാഴിക മുതൽ 10 നാഴിക പുലരുന്നു. ഒരു 6 തിരിച്ചിരിക്കുക ഒരു ദിവസത്തെ. അങ്ങനെയായി പറഞ്ഞു തന്നിരിക്കുന്നതിനകത്ത് ഓരോ ഭഗവാന്റെ മൂർത്തികളാണ്. മറ്റേത് മൊത്തം പറഞ്ഞു. ഇനിയിപ്പം ഭഗവാന്റെ തന്നെ ഓരോ ഇത് പറയുക. ഗോവിന്ദൻ രക്ഷിക്കട്ടെ. വേണുവിനോട് കൂടി നിൽക്കുന്ന, വേണു ഊതിക്കൊണ്ട് നിൽക്കുന്ന ആ ഭഗവാൻ രക്ഷിക്കട്ടെ. 11 മുതൽ 15 നാഴിക വരെ ഉദാത്ത ശക്തി, ഉത്കടയായ ശക്തിയോടുകൂടിയ നാരായണൻ രക്ഷിക്കട്ടെ. ശക്തിയോടുകൂടിയ നാരായണൻ രക്ഷിക്കട്ടെ. ഉത്കടയായ ശക്തി ദേവി, അത് ദേവിയുടെ സാന്നിധ്യം അവിടെ പറയുന്നത്. നാരായണൻ ആ ശക്തിമയിയായ ദേവിയോടുകൂടി ഞങ്ങളെ രക്ഷിക്കട്ടെ. മധ്യന്തിനെ അരീന്ദ്രവാണി, ഉത്കൃഷ്ട ചക്രം കയ്യിലിരിക്കുന്ന, ചക്രം കൊണ്ട് നിൽക്കുന്ന മഹാവിഷ്ണു രക്ഷിക്കട്ടെ. ദേവോപരാണ്ണേ മധുഹോഗ്രധന്വാ സായം ത്രിധാമാവതു മാധവോ മാം ദോഷേ ഹൃഷീകേശ അർദ്ധരാത്രേ നിശീധയേകോവത് പത്മനാഭ. ഓരോ സമയത്തിൻ്റെയാണ്. അപരാഹ്നത്തിൽ ഉഗ്രധന്വനായ ഭയങ്കരമായ ആ വില്ല് ധരിച്ചിരിക്കുന്ന മധു എന്ന അസുരൻ്റെ വൈരിയായി നിൽക്കുന്ന ഭഗവാൻ, മധു വൈരി എന്ന് പറയുന്ന ഭഗവാനൊരു പേരുണ്ട്. ആ ഭഗവാൻ രക്ഷിക്കട്ടെ. മധുസൂദനൻ, മധു എന്ന് പറയുന്ന അസുരനെ കൊന്നവൻ. സായങ്കാലത്തിൽ ത്രിധാമ 3 വിധത്തിലിരിക്കുന്ന തേജസ്സോടു കൂടിയ മാധവൻ രക്ഷിക്കട്ടെ. 3 വിധത്തിലുള്ള തേജസ്സോട് കൂടിയിരിക്കുന്നതായ ഭഗവാനാണ് രക്ഷിക്കട്ടെ എന്ന് പറയുന്ന. പ്രദോഷത്തിൽ ഹൃഷീകേശൻ രക്ഷിക്കട്ടെ. അർദ്ധരാത്രിയിൽ നിശീധത്തിലും രാത്രിയിലും ഏകനായ പത്മനാഭൻ രക്ഷിക്കട്ടെ. അത് ഭഗവാന്റെ അതിഭയങ്കരമായ വില്ലിൻ്റെ പേര് അതൊന്ന് എഴുതി വെച്ചു. എല്ലാവർക്കും അറിയാവുന്ന ശാർങ്കം എന്ന വില്ലിനെ ധരിച്ചിരിക്കുന്ന മധുവൈരിയായ ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. സായങ്കാലത്തിൽ സച്ചിദാനന്ദ വിഗ്രഹനായ മാധവൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ രാത്രിയിൽ ഹൃഷീകേശൻ. അത്രയേ ഉള്ളൂ. അർദ്ധരാത്രിയിൽ പത്മനാഭൻ, ഏകനായിരിക്കുന്ന പത്മനാഭൻ എന്ന് പറഞ്ഞാൽ പത്മനാഭൻ മാത്രമേ ഉള്ളൂ. ആ പത്മനാഭൻ്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവൊക്കെ ഉത്ഭവിച്ചിരിക്കുന്നതായിട്ട് പറയുന്നതും ആ ഭഗവാൻ രക്ഷിക്കട്ടെ. ശ്രീവത്സധാമാപരരാത്ര ഈശപ്രത്യൂഷ ഈശോസിധരോ ജനാർദ്ദന ദാമോദരോ വ്യാധനുസന്ധ്യം പ്രഭാതേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തി. നിശീധം അപരരാത്രത്തിൽ ശ്രീവത്സം എന്ന മർഗധരീരത്തിലുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. അത് ഭഗവാന്റെ പ്രത്യംഗ വർണ്ണനയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ വരിക, എല്ലാം കൂടി അങ്ങ് പറയുക. പ്രത്യൂഷത്തിൽ അസി എന്ന് പറയുന്ന ആ വാൾ ധരിച്ച ഭഗവാൻ രക്ഷിക്കട്ടെ. അസിധരൻ വാൾ ധരിച്ചാന്നേ ഉള്ളൂ. ശ്രീവത്സധാമാപരരാത്ര ഈശ പ്രത്യൂഷ ദാമോദരോവ്യ അനുസന്ധ്യ പ്രഭാതേ
അപരരാത്രി ശ്രീവത്സം എന്ന മറുകധരീരത്തിലുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. പ്രത്യുഷത്തിൽ അസിധരൻ വാൾ ധരിച്ചിരിക്കുന്ന ജനാർദ്ദനൻ രക്ഷിക്കട്ടെ. സന്ധ്യകൾ തോറും ദാമോദരൻ രക്ഷിക്കട്ടെ. പ്രഭാതത്തിൽ വിശ്വങ്ങളുടെ എല്ലാ ഈശ്വരനായ കാലസ്വരൂപനുമായ ഭഗവാൻ, ജ്ഞാനസ്വരൂപനുമായ ഭഗവാൻ രക്ഷിക്കട്ടെ. അങ്ങനെ പറയാം. പിന്നെ ചക്രം യുഗാന്താനല തിഗ്മനേമി ഭ്രമത് സമന്താത് ഭഗവത് പ്രയുക്തം ദന്തഗ്ധി അരി സൈന്യമാശു. ദന്തഗ്ധി എന്ന് പറയുക, എന്നിട്ട് അരി സൈന്യമാശു എന്ന് പറയുക. അപ്പം ആ വാക്ക് പിരിച്ചു പറയാം. കക്ഷം യഥാ വാതസഖോ ഹുതാശ അഗ്നി ഹുതാശ ഹുതാശഹ യുഗാന്താനല യുഗങ്ങളിലെ അവസാനത്തിൽ അഗ്നി പോലെ തീക്ഷ്ണമായ ധാരയോട് കൂടിയതും ഭഗവാനാൽ പ്രയോഗിക്കപ്പെട്ടതുമായ ചക്രം എന്ന ആയുധം സമന്ത അതിന് 4 ഭാഗത്തേക്കും സഞ്ചരിക്കുന്നതായിട്ട് കാറ്റിനോട് ചേർന്നിരിക്കുന്ന അഗ്നി എന്താ, അത് എല്ലാം കൊണ്ടുപോകും. കക്ഷം യഥാ ആ പുല്ലിനെ എന്ന പോലെ അരി സൈന്യം ശത്രു സൈന്യത്തെ ദന്തഗ്ധി അതിശയേന ദഹിപ്പിച്ചാലും ശത്രുവിനെ ദഹിപ്പിച്ചാലും. ശത്രു നമ്മളുടെ ഉള്ളിലുള്ള കാമക്രോധമായ വികാരങ്ങളെയാണ് ശത്രു എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് വേറെ ഒരു ശത്രുവുമില്ല കേട്ടോ. നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. നമ്മുടെ ഉള്ളിലുള്ള പലതരം ശത്രുക്കളുണ്ട് നമുക്ക്. അഹങ്കാരം, കാമക്രോധ, ലോഭ, മോഹ, അഹങ്കാരാദി ദോഷങ്ങൾ. അതാണ്. അതിനെയെല്ലാം രക്ഷിക്കട്ടെ. ഗതേശ നിസ്പർശന വിസ്ഫുലിംഗേ നിഷ്പിണ്ഡി അജിതപ്രിയാസി കൂഷ്മാണ്ഡ വൈനായക യക്ഷരക്ഷോ ഭൂതഗ്രഹാൻ ചൂർണയാരീൻ. ആ വാക്കുകളൊക്കെ അറിയാവുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗതേ അശനി സ്പർശന വിസ്ഫുലിംഗേ ഗതേ അശനി പോലെയുള്ള വജ്രായുധം എന്ന പോലെ അതീവ കഠിനമായ സ്പർശത്തോടു കൂടിയ അല്ലയോ ഗതയെ, വജ്രായുധത്തിൻ്റെ പോലെയുള്ള അശനി സ്പർശനം. വിസ്ഫുലിംഗേ ഗതായുധമേ ത്വം അജിതപ്രിയ അസി. അജിതൻ്റെ പ്രിയനാകുന്നു, ഭഗവാന്റെ പ്രിയനാകുന്നു. കൂഷ്മാണ്ഡ വൈനായക യക്ഷരക്ഷോ. അതായത് കൂഷ്മാണ്ഡൻ, വൈനായകൻ, രക്ഷസ്, ഭൂതങ്ങൾ മുതലായ ഗ്രഹങ്ങളെ നീ പീഡനം ചെയ്യുക. നീ അതിനെയെല്ലാം നശിപ്പിച്ച് കളയുക. ഞങ്ങളെ ശത്രുക്കളെയൊക്കെ പൊടിയാക്കി കളയുക. ദേവേന്ദ്രന് കൊടുക്കുന്ന കേട്ടോ. ദേവേന്ദ്രൻ്റെ ശത്രുക്കളാണ് ഇവരൊക്കെ. നമുക്ക് അതൊന്നും പ്രശ്നമല്ല. എന്നാലും ഞാൻ ഇത് നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മുടെ തന്നെ ശത്രുക്കളാണ്. ദേവേന്ദ്രൻ്റെ ആണെങ്കിലും നമ്മൾക്കും ശത്രുക്കളാണ് ഇവരൊക്കെ. കൂഷ്മാണ്ഡനുമൊക്കെ, വൈനായകനും രക്ഷസും ഭൂതങ്ങളുമൊക്കെ. അതൊക്കെ മുമ്പേ നമ്മൾ പറഞ്ഞ അഭിചാരത്തിൽ വരുന്ന ദുർദേവതകളാണ്. അതിനെല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ അടുത്തോട്ട് ഈ കൂട്ടരൊന്നും അടുക്കുകയില്ലെന്ന് ദൃഢമായ വിശ്വാസം ഉണ്ടാകണം. അവരെ പൂജിക്കാൻ പോകരുത്. കണ്ടോ, അതിൽ നിന്ന് രക്ഷിക്കാനാണ് പറയുന്നത്. എന്നിട്ട് അവരെ പൂജിച്ച് വെച്ച് വൈനായകനെയും കൂഷ്മാണ്ഡനെയും രക്ഷസനെയൊക്കെ പൂജിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചൊല്ലിയാൽ പറ്റുമോ? രണ്ടും കൂടെ വിരുദ്ധമാകുകയില്ലേ? ഭഗവാനെ വിളിച്ചിട്ട് പറയുക ഇതിനെ രക്ഷിക്കണം. നമ്മൾ എന്നിട്ട് ഇതിനോട് കൂട്ടുകൂടുക. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ രക്ഷസും ഭൂതങ്ങളും വൈനായകനും യക്ഷസും ഒക്കെയുള്ള ആയിട്ടുള്ള ഈ ഉപദ്രവകാരികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരെ നമ്മൾ പൂജിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? അവരെന്ത് ചെയ്യും? ഭഗവാൻ എന്ത് ചെയ്യും? ആരും ഒന്നും ചെയ്യത്തില്ല. നമ്മൾ തന്നെ നശിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പൂർവികരുള്ള ബുദ്ധിപൂർവ്വം പറഞ്ഞു തന്നിരിക്കുന്നത്. ത്വം യാതുധാന പ്രമഥ പ്രേതമാതൃപിശാച വിപ്ര ഗ്രഹ ഘോര ദൃഷ്ടീൻ. വാക്കുകളൊക്കെ ഒന്നൊന്ന് എഴുതിക്കോണേ, അല്ല കോമായിട്ട് വേണം. ത്വം യാതുധാന പ്രമഥ പ്രേത മാതൃപിശാച വിപ്രഗ്രഹ ഘോര ദൃഷ്ടീൻ ധരേന്ദ്രവിദ്രാവയ കൃഷ്ണപൂരിതോ ഭീമസ്വനോരേർ ഹൃദയാനി കമ്പയൻ. ധരേന്ദ്ര അല്ലയോ ധരേന്ദ്ര ശ്രേഷ്ഠ, ത്വം നീ കൃഷ്ണനാൽ പൂരിതനായി ഭീമസ്വന ഭയങ്കരമായ സ്വനം ശബ്ദത്തോട് അരേ ശത്രുവിൻ്റെ ഹൃദയങ്ങളെ വിറപ്പിക്കുന്നവനായിട്ട് വിദ്രാവയെ ഓടിച്ചാലും
കൊല്ലണ്ടാവില്ല, ഓടിച്ചു വിട്ടാൽ മതി. ആ പാഞ്ചജന്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ശംഖം, ആ ശ്രേഷ്ഠമായ ശംഖത്തോട് കൂടിയവനെ പാഞ്ചജന്യമേ. ആ ഭഗവാന്റെ പാഞ്ചജന്യത്തിന് അത്രയ്ക്ക് മേൽ ശക്തിയുണ്ട്. ആ പാഞ്ചജന്യത്തെ കൂടെ നമ്മൾ ഒരു ഇതായിട്ട് കരുതിയിരിക്കുക, ഭഗവാന്റെ ഒരു ഭാഗമായിട്ട്. പുല്ലാങ്കുഴൽ വായിക്കുന്ന കണ്ണനോട് പറഞ്ഞു നമ്മളൊരു കാര്യം നേരത്തെ ആദ്യമേ, ആ കണ്ണൻ രക്ഷിക്കട്ടെ എന്നതുപോലെ പാഞ്ചജന്യത്തോട് കൂടിയ കണ്ണനെ വിളിക്കുക നമ്മൾ. പാഞ്ചജന്യത്തോട് കൂടിയ പാഞ്ചജന്യമേ, ആ പാഞ്ചജന്യത്തിനെയാണ് വിളിക്കുന്നത്. ആ നമ്മൾ ഭഗവാന്റെ ഗതയെ പറഞ്ഞ പോലെയും ശാർങ്ങത്തിനെ പറഞ്ഞ പോലെയും വില്ലിനെ പറഞ്ഞ പോലെയും ഒക്കെ ചക്രത്തിനെ പറഞ്ഞു. ഇത് പറഞ്ഞാൽ പാഞ്ചജന്യത്തിനോട് പറയുകയാണ്, നന്നായിട്ട് നൂതി വിട്ടോ. നല്ല ആ ശബ്ദം കേട്ട് ഭൂതങ്ങളെല്ലാം രാക്ഷസന്മാരുമൊക്കെ ഭയങ്കര ദൃഷ്ടിയോട് കൂടിയുള്ള അവർ ഓടിപ്പോട്ടെ, ഓടി പൊളിക്കട്ടെ എന്ന്. ഹരി ഓം.